ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് ഇത് മൂന്നുമാണ് സാധാരണ നിലയിൽ ഭക്ഷണം രുചികരമാക്കുന്നത്. ഉപ്പില്ലാതിരുന്നാൽ ഭക്ഷണത്തിന് രുചി തോന്നില്ല. ഉപ്പ് കൂടിയാലും വലിയ പ്രശ്നമാണ്. ഉപ്പ് കഴിക്കുന്നുവെന്ന് നമ്മൾ ബഹളമുണ്ടാക്കും. പഞ്ചസാരയെപ്പറ്റി വിശദമായി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുൻ വീഡിയോകൾ കാണുക. കൊഴുപ്പിനെപ്പറ്റി പിന്നാലെ പറയാം. ആഹാരത്തിന് രുചിപാഠം നൽകുന്ന ഉപ്പിൻ്റെ ആരോഗ്യപാഠം നമുക്കൊന്ന് മനസ്സിലാക്കി വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലഭിക്കാൻ താഴെയുള്ള ബെൽ ബട്ടണും അമർത്തുക. ഇനി ഉപ്പിൻ്റെ മാഹാത്മ്യത്തിലേക്ക്. കറിയുപ്പ് അഥവാ കോമൺ സാൾട്ട് സോഡിയം ക്ലോറൈഡാണ്. സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിട്ടുള്ള സോഡിയം നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഒരു മൂലകമാണ്. അതിന് ശരീരത്തിൽ വലിയ റോളുകളുണ്ട്. 1 സ്പൂൺ ഉപ്പിൽ 2 ഗ്രാം സോഡിയമുണ്ട്. നമുക്ക് ദിവസം അത്രയും മതി. 2 തരത്തിലാണ് ഉപ്പ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് അയഡിൻ കലർത്തിയ ഉപ്പുപൊടി, 2 കല്ലുപ്പ്. ഉപ്പിലെ സോഡിയത്തിന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റോളുകളുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഭക്ഷണത്തിൽ ഉണ്ടാവണം. ഒരുപാട് ഉപയോഗിക്കുകയും അരുത്. രക്തസമ്മർദ്ദവും ഉപ്പുമായുള്ള ബന്ധം ഇന്നെല്ലാവർക്കും അറിയാം. വയോജനങ്ങളിൽ വളരെയേറെ പേർ സോഡിയം കുറഞ്ഞ കാരണത്താൽ ആശുപത്രികളിൽ നിന്ന് ചികിത്സ തേടുന്നുണ്ട്. ചിലർക്ക് ICU ചികിത്സ വരെ വേണ്ടി വരാറുണ്ട്. ശേഷം കാലം അതിൻ്റെ മരുന്ന് കഴിക്കേണ്ടി വരുന്നവരുമുണ്ട്. പെട്ടെന്ന് വലിയ ക്ഷീണം, തളർച്ച, മരവിപ്പ്, കൈകാൽ കഴപ്പ്, പെരുപ്പ്, കൊളുത്തിപ്പിടി, ഓക്കാനം, പിച്ചും പേയും പറയുക, സംഭാഷണത്തിൽ വ്യക്തതയില്ലാതെ വരിക, അബോധാവസ്ഥ, പ്രത്യക്ഷത്തിൽ സ്ട്രോക്ക് ആണോ എന്ന് ചിലപ്പോൾ സംശയം തോന്നാം. ഇങ്ങനെയൊക്കെയാണ് സോഡിയം കുറവ് ലക്ഷണങ്ങളായി എത്തുന്നത്. ഇവിടെ സോഡിയത്തിൻ്റെ കുറവ് തലച്ചോറിനും ഞരമ്പിനും ഏൽപ്പിക്കുന്ന ആഘാതമാണ് രോഗലക്ഷണങ്ങൾക്ക് കാരണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? തീർച്ചയായും പ്രായാധിക്യം ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. കിഡ്നി, ശരീരത്തിലെ എൻഡോക്രൈൻ ഹോർമോണുകൾ തുടങ്ങിയവ ആ സംവിധാനങ്ങളാണ് സോഡിയം നിയന്ത്രിക്കുന്നത്. ആവശ്യമായ അളവ് സോഡിയം ശരീരത്തിൽ നിലനിർത്താൻ വാർദ്ധക്യം ബാധിച്ച് ശരീരത്തിന് ചിലപ്പോൾ കഴിയാതെ പോകുന്നതാവാം. വേണ്ടത്ര ഉപ്പ് ശരീരത്തിന് ലഭിക്കാത്തതും ആവാം. ആവശ്യത്തിലധികം വെള്ളം കുടിക്കുന്നത് കൊണ്ടും വരാം. ചില മരുന്നുകളുടെ ഉപയോഗം ശരീരത്തിലെ സോഡിയം കുറയ്ക്കാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ശരീരത്തിലെ ഓരോ കോശത്തിനും അതിൻ്റെ പ്രവർത്തനത്തിന് സോഡിയം ആവശ്യമാണ്. തലച്ചോറിൻ്റെയും ഞരമ്പുകളുടെയും പ്രവർത്തനത്തിൽ സോഡിയത്തിന് വലിയ പങ്കാണുള്ളത്. ബ്ലഡ് പ്രഷർ, പേശികളുടെ പ്രവർത്തനം, കിഡ്നിയുടെ പ്രവർത്തനം തുടങ്ങിയതിലൊക്കെ ഉപ്പിന് റോളുണ്ട്. ഉപ്പ് വളരെ കുറഞ്ഞു പോയാലെന്ന പോലെ കൂടിപ്പോകുന്നതും ആരോഗ്യ പ്രശ്നമാണ്. ശരീരത്തിൽ ഉപ്പിൻ്റെ നോർമൽ 1 ലിറ്ററിൽ 135 മുതൽ 145 വരെ മില്ലി ഇക്വലൻ്റാണ്. 120 ആകുമ്പോൾ നല്ല അസ്വസ്ഥതകൾ കാണിക്കും. അങ്ങനെ വരുമ്പോൾ അടിയന്തര ചികിത്സ വേണ്ടി വരും. സോഡിയവും പൊട്ടാസ്യവും കൈകോർത്തെങ്കിലേ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങളും വീഴ്ച കൂടാതെ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലാബറട്ടറി പരിശോധന നടത്തുമ്പോൾ സോഡിയം, പൊട്ടാസ്യം എന്ന രീതിയിൽ പരിശോധനാക്കുറിപ്പുകൾ എഴുതുന്നത്. പച്ചക്കറികളിലും പഴങ്ങളിലും പൊട്ടാസ്യം ധാരാളമുണ്ട്. ഒരു കാര്യം ഉറപ്പ്, ഉപ്പ് അത്ര നിസ്സാരക്കാരനല്ല. ചരിത്രാതീത കാലം മുതൽ ഉപ്പ് മനുഷ്യനോടൊപ്പം ഉണ്ടായിരുന്നു. മനുഷ്യ, നീ ലോകത്തിൻ്റെ ഉപ്പാകുന്നുവെന്ന ബൈബിൾ വചനം മനുഷ്യൻ്റെ മഹത്വവും ഉപ്പിൻ്റെ മഹത്വവും വിളിച്ചോതുന്നതാണ്. ഒരു ശരാശരി മനുഷ്യൻ്റെ ശരീരത്തിൽ 100-150 ഗ്രാം സോഡിയമുണ്ട്. അത് നമുക്ക് ലഭിക്കുന്നത് നാം കഴിക്കുന്ന വിവിധങ്ങളായ ഭക്ഷണങ്ങളിൽ നിന്നും സ്വാഭാവികമായും പിന്നെ നാം ചേർക്കുന്ന ഉപ്പിൽ നിന്നുമാണ്.